5 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. അവളെ ഹോസ്പിറ്റലിൽ കയറ്റിയെന്ന് പറഞ്ഞിട്ടായിരുന്നു കോൾ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അജ്മാനിൽ നിന്ന് അബുദാബിയിലേക്ക് വണ്ടി പിടിച്ചു. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല. രാവിലെ തന്നെ ചേച്ചിയുടെ കോൾ ഉണ്ടായിരുന്നു, ഡെലിവറിക്ക് ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മോർണിംഗ് 4 മണിക്ക് തുടങ്ങിയ പെയിനാണ്. ഒരു ഡെലിവറി എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എങ്ങനെയാവും, ചേച്ചിക്ക് എങ്ങനെയുണ്ട്, നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഉണ്ടാവുമോ, കൊച്ചെങ്ങനെ ഉണ്ടാവും, അങ്ങനെ പല പല ചോദ്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെയുള്ള ചോദ്യം പെൺകുട്ടിയായിരിക്കും ആൺകുട്ടിയായിരിക്കും. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുവാവേനെ ഉണ്ടാകുന്ന വഴി കാണാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വളരെ ടെൻഷനിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് മമ്മിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്, എല്ലാം കർത്താവ് നോക്കിക്കോളുന്നായിരുന്നു മമ്മിയുടെ ധൈര്യം. അത് തന്നെയായിരുന്നു നമ്മുടെ ആകെയുള്ള ധൈര്യം. അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലായിരുന്നു ആളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത്. കുഞ്ഞുവാവനെ ഇനി എപ്പോൾ കാണാൻ പറ്റും, ചേച്ചിക്ക് എങ്ങനെയുണ്ട്, അങ്ങനെ 100 ചോദ്യങ്ങളുടെ ഉത്തരത്തിന് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ